ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ധവളപത്രത്തിനെതിരെ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. ധവളപത്രം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കുറ്റപ്പെടുത്തി. അതേസമയം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രമാണ് ധവളപത്രമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. ധനവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും അദ്ദേഹം സഭയിൽ അറിയിച്ചു. ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയത്. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് ആണ് ഇതെല്ലാം. സഭയിൽ വെച്ച ധനസ്ഥിതി റിപ്പോർട്ടിൽ ധനവകുപ്പിന്റെ ഫാക്ട് ചെക്കിംഗ് ഉണ്ടായിട്ടില്ലെന്ന് ഗവർണറുടെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി ചെലവാക്കുന്നതായും പരാമർശമുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണ്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA/DR കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നതായും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടിയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടിയായി ഉയർന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചു. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും.
എറണാകുളം മലയിടംതുരുത്ത് പരീത്തുംകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ്. ജൂൺ 16 ഹർജി വീണ്ടും പരിഗണിക്കും. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. ആലുവ റൂറൽ പോലീസാണ് വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ ആരാഞ്ഞ് കേരള ഹൈക്കോടതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്ന റെയ്ഡിന് ശേഷം തിരിച്ചിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ഊർജിതമാക്കി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴയിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നദികളിലും ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കനത്ത മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളത്തിലായി. പമ്പ, അച്ചോങ്കോവിൽ, മണിമല തുടങ്ങിയ നദികളിൽ കനത്ത നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറിയിട്ടുണ്ട്. പുരാതന കാലത്തെ തോടുകളും കൈവഴികളുമെല്ലാം നികത്തിയത് ഇപ്പോൾ വിനയായി മാറി. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ജലവിധാനം ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിന്റെ താഴെ ഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ആളപായമില്ല. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. അഹമ്മദാബാദിലെ ട്രാൻസ് സ്റ്റേഡിയത്തിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങൾ പങ്കെടുക്കും. ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാൻ എതിരില്ലാത്ത 1 ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 72 പോയിന്റ് ഉയർന്ന് 74,418-ലും നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 23,429-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,14,480 രൂപയും ഗ്രാമിന് 14,310 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നാളെ നടക്കും. 4 ആരാധനകളാണ് വൈശാഖോത്സവത്തിലുള്ളത്. തിരുവോണം ആരാധനയുടെ ഭാഗമായി ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധന സദ്യയും ഉണ്ടാകും. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 3 യുവാക്കൾ പിടിയിൽ. പ്രതികളിൽ നിന്നും 437.28 ഗ്രാം MDMAയും ആഡംബര കാറും 1 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. കൊച്ചി സിറ്റി ഡാൻസ് അപ്പ് സംഘമാണ് ഇവരെ പിടികൂടിയത്. സംസ്ഥാനതല പരിസ്ഥിതി മിത്ര പുരസ്കാര ലോക പരിസ്ഥിതി ദിനമായ നാളെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പുരസ്കാരം. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സമിതി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരിശോധന ഇന്ന്. MC റോഡിൽ ചിങ്ങവനം മുതൽ സംക്രാന്തി വരെയുള്ള ഇടങ്ങളിൽ നിലവിലെ ഗതാഗത സാഹചര്യം വിലയിരുത്തുന്നതിനാണ് പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നെന്നും പരാമർശം.
വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടംതുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.